CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്ന് കോൺഗ്രസ് MLA-മാരെ തലസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു. പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഗ്രൂപ്പ് നേതാക്കൾ. അന്തരിച്ച നടൻ സന്തോഷ് കെ നായർക്ക് കലാകേരളം യാത്രാമൊഴിയേകി. ഉച്ചയ്ക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിലായിരുന്നു സംസ്കാരം. കാട്ടുകമ്പൽ പഞ്ചായത്തിൽ കോൺഗ്രസ് പാർട്ടിയെ പടുത്തുയർത്തുകയും ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത അപ്പു മാസ്റ്ററുടെ 24ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടത്തി. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നോട്ട നേടിയത് 1.25 ലക്ഷത്തോളം വോട്ടുകളാണ്. ഒരു മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയും 2 UDF സ്ഥാനാർത്ഥികളും തോറ്റത് നോട്ട പിടിച്ചതിനേക്കാൾ കുറഞ്ഞ വോട്ടിനാണ്. തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് 2000-ലധികം വോട്ട് കിട്ടിയ മണ്ഡലങ്ങളുമുണ്ട്. 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ നോട്ടയ്ക്ക് കുത്തിയവരുടെ എണ്ണത്തിൽ 19,000-ലധികം പേരുടെ വർധനമുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ വാണിജ്യ പാചക വാതക വിലവർധനവിനെതിരെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. മണലൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് CPIM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ചൊവ്വല്ലൂർ പാരീസ് റോഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കൂനമുച്ചിയിൽ സമാപിച്ചു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 102 സീറ്റിന്റെ വലിയ ഭൂരിപക്ഷം നേടി UDF ഭരണം പിടിച്ചെടുത്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് INTUC ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ കടങ്ങോട് യൂണിറ്റ് നേതൃത്വത്തിൽ മധുരവിതരണം നടത്തി. ഈ വർഷത്തെ ഓർമ്മ പുരസ്കാരം കഥകളി നടൻ പീശപ്പള്ളി രാജുവിന് സമർപ്പിക്കും. കഥകളി നടൻ കോട്ടക്കൽ ശിവരാമന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബവും കാറൽമണ്ണ വാഴങ്കട കുഞ്ചുനായർ ട്രസ്റ്റും ചേർന്നാണ് പുരസ്കാരം നൽകുന്നത്. ദേശീയപാത 66 നിർമ്മാണത്തിലെ അപാകത. പുന്നിയൂർ പഞ്ചായത്തിലെ പലയിടങ്ങളിലും സർവീസ് റോഡ് ഉയർത്തിയത് മൂലം വീടുകൾ ഒറ്റപ്പെടുന്നു. ആംബുലൻസ് പോലും എത്താൻ കഴിയാതെ ജനങ്ങൾ ദുരിതത്തിൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ ശാഖയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക ദിനം മുണ്ടത്തിക്കോട് യൂണിറ്റ് ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KS കറിയ പതാക ഉയർത്തി. സെക്രട്ടറി VK പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഒരുമനിയൂർ പഞ്ചായത്തിലെ വെള്ളക്കെട്ട് പ്രശ്നം. ദേശീയപാത അധികൃതരും പഞ്ചായത്തും ചേർന്ന് യോഗം ചേർന്നു. തുടർന്ന് സംയുക്ത പരിശോധനയും നടന്നു. വടക്കേകാടിന്റെ അഭിമാനമായ ഷബീർ MS അന്താരാഷ്ട്ര ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം സ്വന്തമാക്കി. പ്രവാസി എഴുത്തുകാരൻ CP ജാഷൂർ പെരുമ്പടപ്പിന്റെ 2 ഹൃദയങ്ങൾ എന്ന പേരിലുള്ള കഥാസമാഹാരം പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ റഫീഖ് പട്ടേരി കവി പ്രിയൻ പോർക്കുളത്തിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു. പഞ്ചാരമുക്കിലെ ബൈത്തുന്നൂർ മസ്ജിദിൽ വെച്ച് ചേർന്ന യോഗത്തിൽ തൃശൂർ പാലക്കാട് ജില്ലാ അമീർ താജുദ്ദീൻ കൊടുവായൂർ അധ്യക്ഷനായി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.